ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉലഞ്ഞിരിക്കുകയാണ് സിനിമാ മേഖല. വനിതകൾ ഉന്നയിച്ച പരാതികളും വെളിപ്പെടുത്തലുകളിലും അന്വേഷണം നടക്കുന്നതായിരിക്കും. ലൈംഗിക ആരോപണത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ച പശ്ചാത്തലത്തിൽ എഎംഎംഎയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ നടക്കും. അതേസമയം റിപ്പോർട്ടിൽ ആരോപണം നേരിടുന്ന എഎംഎംഎ അംഗങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഇതിപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിരിക്കും എഎംഎംഎ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു, അതുകൊണ്ടൊന്നും തീരുന്നില്ല കാര്യങ്ങൾ. ഏത് വിധത്തിൽ നടപടികളുമായിട്ട് മുന്നിലേക്ക് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംഘടനയിൽ ഒരു ഭിന്നത പോലും രൂപപ്പെട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജയൻ ചേർത്തലയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാളെ നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗം വരുന്നതായിരിക്കും. എന്തെല്ലാം ഉള്ളിൽ പുകഞ്ഞു വരുന്നുണ്ട്? പൂജ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിൽ പ്രതികരിക്കാനെടുത്ത സമയത്തിൻ്റെ ലാഗ് അത് താരസംഘടനയായ അമ്മയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. അതിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ ഗുരുതര ആരോപണം, ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ഇതോടുകൂടി സിദ്ദിഖിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഗത്യന്തരമില്ലാതെ രാജിവെക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിരോധത്തിലാണ് സംഘടന. ഇതിന് പുറമെ ഈ സംഘടനയ്ക്കകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ശക്തമാണ്. ആ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് നാളെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അമ്മ ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ ആരോപണം, സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണമടക്കം വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. കടുത്ത പ്രതിരോധത്തിലാണ് സംഘടന. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇതിൽ ഉടനടി പ്രതികരിക്കണമെന്ന അഭിപ്രായം ചില അംഗങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അങ്ങനെ കെട്ടടങ്ങും എന്ന ചിന്തയും ചിലർക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ലാഗ്. എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാൽ പോലും അതിനുശേഷം ഈ പ്രതികരണം നടത്തിയപ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ എന്നതടക്കം ജനറൽ സെക്രട്ടറി പറഞ്ഞത് ചില അംഗങ്ങൾക്ക് തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ജഗദീഷ് ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആകെ ഒരു കലുഷിതമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് താരസംഘടനയായിട്ടുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരും. ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക, ആരോപണങ്ങൾ ചർച്ച ചെയ്യുക എന്നതുൾപ്പെടെയുള്ളവയാണ് കാര്യങ്ങൾ, അജണ്ടകൾ. അതോടൊപ്പം തന്നെ ഒരു ജനറൽ ബോഡി യോഗവും ചേരേണ്ട നിലയിലേക്ക് അമ്മ എന്ന സംഘടന എത്തിയിരിക്കുകയാണ്. 506 അംഗങ്ങളാണുള്ളത്. അതിൽ പങ്കെടുക്കുന്നവരുടെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വളരെ നിർണായകമായിരിക്കും. ഇതോടൊപ്പം തന്നെ WCCയുടെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എങ്ങനെ വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിന് തൊട്ടപ്പുറത്താണ്, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നതാണ് ഇതിൻ്റെ നിയമവശം എന്ന് പറയുന്നത്. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ ആളുകളുടെ അടുത്തെത്തി പക്കലെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ അല്ലാത്ത തരത്തിൽ മറ്റ് ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലൈംഗിക ആരോപണമടക്കം അവർക്കും മൊഴി നൽകാനുള്ള സ്ഥിതി ഉണ്ടാകും. അങ്ങനെ മൊഴി നൽകി ആ നടപടി ഉണ്ടായാൽ കേസെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള നയം. അതിന് നടപടിക്രമങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങും. എന്തായാലും പ്രാഥമിക അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ നിയമവഴിയിലൂടെ ഈ വിഷയം വരുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതോടൊപ്പം തന്നെ അമ്മയിലെ ചില അംഗങ്ങൾ തന്നെ ഈ നേതൃത്വത്തിന്റെ ചില നിലപാടുകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രംഗത്ത് വരുന്ന നില ഉണ്ടാകുന്നു. അങ്ങനെ ഈ വിഷയത്തെ ആശങ്കയോടുകൂടി തന്നെയാണ് എംഎംഎ സംഘടന നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ ചർച്ചകളും മറ്റുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി രാഗിനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും